തിരുമേനിയിപ്പം ഒന്ന് ചോദിക്കുന്നത്, നമ്മുടെ ഈ വീട്, നമ്മുടെ ഒരു ഭവനം ലിറ്റിൽ ചർച്ചാണല്ലോ. 70 വയസ്സിന് മേലോട്ടുള്ളവർ മാത്രമാണ് പള്ളിയിലോട്ട് വരുന്നത്. ഈ ആന്തരികമായ അച്ചടക്കത്തിലൂടെ എങ്ങനെയാണ് ഒരു SDOF പ്രവർത്തകർക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് സാധിക്കുന്നത്? ദൈവാത്മാവിലുള്ള അനുഷ്ഠാനത്തിന്. പിന്നെ നമ്മുടെ ചില ആളുകളുണ്ട്, മദ്യപിക്കും, പക്ഷെ നോമ്പ് കാലത്ത് മദ്യപിക്കുകയില്ല. പ്രാർത്ഥനയിൽ നിന്ന് ആത്മാവിനെ എടുത്ത് കളഞ്ഞാൽ സമയത്തിന് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇതെല്ലാം ഉണ്ട്. സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ട്രൂ ലൈറ്റിൻ്റെ 14ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ആഗ്രഹം, നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സത്യദീപ്തിയുടെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഭദ്രാസനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണ നിലയ്ക്ക് സത്യദീപ്തിയുടെ ഒരു കോപ്പി ഉണ്ടാകണം. അത് വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കണം. വൈദികർ അതിനു വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ അച്ഛനോട് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വഴി പറഞ്ഞപ്പോൾ അത് കൊണ്ടത് അവസാനിപ്പിച്ചെന്ന് മാത്രം. എല്ലാ ഭവനങ്ങളിലും ഇതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ചു വെക്കുകയും അത് പിൽക്കാല റെഫറൻസിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന, അതാണ് നമ്മുടെ ആഗ്രഹം. സ്ലീഹാ നോമ്പിന്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും പഠിപ്പിക്കലുകളും ഒക്കെയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാഷ ആശയപ്രകാശനത്തിനുള്ള ഉപാധിയാണ്. എന്നാൽ ആലോചനകൾ ഒരുമിച്ച് ചേരുകയും ഭാഷകൾ സമ്മേളിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ശക്തമായ ആശയങ്ങളും കൂടുതൽ വ്യക്തമായ സംവേദനങ്ങളും ഉണ്ടാകും എന്നുള്ളത് നിശ്ചയമാണ്, നമുക്കറിയാം. സ്ലീഹാ നോമ്പിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിലും നാം കേൾക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഉണ്ടായി. അതിൻ്റെ വേദശാസ്ത്ര അടിസ്ഥാനം, കാലിക പ്രസക്തി, സഭാപരമായ പ്രസക്തി ഒക്കെയും അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഏറ്റവും വ്യക്തമാക്കി മനസ്സിലാക്കി തന്നു. ആ ചർച്ചയുടെ തുടർച്ചയാണ് ഈ ലേഖത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട രാജ്, പ്രിയപ്പെട്ട ഷിജോ, പ്രിയപ്പെട്ട ജിൻസി എന്നിവർ തന്നെയാണ് ഈ എപ്പിസോഡിലും അഭിമന്യ തിരുമേനിയുമായി ചോദ്യങ്ങൾ ചോദിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും പ്രത്യാശയോടും കൂടി നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ ഈ പഠനവും ചർച്ചകളും സഹായകമാകട്ടെ എന്നുള്ളതാണ് ആശംസ. പ്രാർത്ഥന, ഉപവാസം, അതോടൊപ്പം ചാരിറ്റി എന്നിവ ഏറ്റവും അർത്ഥപൂർണമായി അനുഷ്ഠിക്കുന്നതിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കട്ടെ ദൈവകൃപയാൽ. സത്യകുംഭസാരം നടത്തിയ പാറ പത്രോസിനെ കുറിച്ച് നാം പറയുന്നുണ്ട്. എരിവുകാരനായ അപ്പസ്തോലനെന്ന് ഒരപ്പസ്തോലന് വിശേഷണമുണ്ട്. വിശ്വാസി, തീക്ഷ്ണവാൻ, സുവിശേഷകൻ, സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ എന്നിങ്ങനെ ഒറ്റ വാക്കിൽ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ നമുക്ക് അറിയാം. എന്നാൽ ഓരോരുത്തരുടെയും ജീവിത ദൗത്യ നിർവഹണത്തിൽ പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിമന്യ തിരുമേനി ഏറ്റവും വ്യക്തമായി വിശദീകരിച്ചു. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ദൈവാത്മാവിലുള്ള അനുഷ്ഠാനത്തിന് അത് നമുക്ക് പ്രേരകമായി തീരട്ടെ. നമ്മുടെ ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും നമുക്ക് ദൈവാശ്രയത്തോടെ പ്രവേശിക്കാം. ബാർക്കിമോർ തിരുമേനി, കഴിഞ്ഞ എപ്പിസോഡിൽ നോമ്പിനെ പറ്റി തിരുമേനി പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് വലിയൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം നോമ്പിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ ഈ തൃത്വത്തോട് ബന്ധപ്പെടുത്തി 3 നോമ്പുകളെ, മാറാനായ നോമ്പുകളെ തിരുമേനി ഒന്ന് വിശദീകരിച്ച് തന്നു. അത് വലിയ ഒരു പുതിയ അറിവാണ് ശരിക്കും പറഞ്ഞത്. തിരുമേനിയോട് ഇപ്പം ഒന്ന് ചോദിക്കുന്നത്, നമ്മുടെ ഈ വീട്, നമ്മുടെ ഒരു ഭവനം ലിറ്റിൽ ചർച്ചാണല്ലോ. പലപ്പോഴും അവിടെ നോമ്പും പ്രാർത്ഥനയൊക്കെ നമ്മുടെ പിള്ളേരെ സംബന്ധിച്ച് ഒരു ചടങ്ങാണ്. ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ അടുത്ത തലമുറ എന്ന് പറയുമ്പം എന്തോ പറഞ്ഞാൽ ഒരു ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനെന്താ ലോജിക്കെന്ന് ചോദിക്കും. ലോജിക്കൽ റീസണിങ്, അതായത് ഇതൊരു ലോജിക്കായിട്ടൊരു റീസൺ കൊടുത്തെങ്കിൽ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ ഒരു കാലത്തിലേക്ക് എത്തിയിരിക്കുക.
ഈ നോമ്പും പ്രാർത്ഥനയൊക്കെ ഇതൊക്കെ എന്താണ് ലോജിക്കെന്ന് ചോദിക്കുന്ന ഒരു കാലം. അപ്പം അവർക്കൊരു മാതൃകയായി തീരാൻ ശരിക്കും ഞങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. തിരക്ക് പിടിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് തന്നെ ഒന്ന് മാതൃകയായി നമ്മുടെ തലമുറയ്ക്ക് വീട്ടിൽ ഞങ്ങൾക്കൊന്ന് മാതൃകയായി തീരാൻ സാധിക്കുമെന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവർക്കൊക്കെ ഒരു വലിയ അനുഗ്രഹമാണ്. ഞാനതിന് ഷിജോയുടെ ചോദ്യത്തിനകത്ത് തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഷിജോയ്ക്ക് പേരൻസ് ഉണ്ടായിരുന്നു, അവർക്കും പേരൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അടിസ്ഥാനപരമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നത് പള്ളിയിൽ നിന്നല്ല, നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഒരു ചർച്ച് എന്ന് പറയുന്നതിന് ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നതിനകത്ത് 2-3 തലങ്ങളുണ്ടല്ലോ. ചർച്ച് ഇൻ ദ വൈഡർ സെൻസ് ഓഫ് ദ ടൈം, നമ്മുടെ സഭ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മളായിരിക്കുന്ന പള്ളി, അതിനും ചർച്ച എന്ന് തന്നെയാണല്ലോ പറയുന്നത്. ഇപ്പോൾ കുഴിമറ്റം പള്ളി, അല്ലെങ്കിൽ കരുന്നുവാലം പള്ളി, അല്ലെങ്കിൽ വാകത്താനം പള്ളി എന്നൊക്കെ പറയത്തില്ലേ, അതെല്ലാം പള്ളികളാണ്, സഭയാണ്. അടുത്ത ഒരു ലെവലിലാണ് വീട്, നമ്മുടെ ഹോം. വീട്ടിലെ സഭ എന്ന് തന്നെ വേദപുസ്തകത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ അത് വളരെ കൃത്യമായിട്ടുണ്ട്, വീട്ടിലെ സഭ. അപ്പോൾ ഒരു ഭവനത്തെ ഒരു സഭയായിട്ടാണ് നമ്മൾ കാണുന്നത്. ശരി. അത് കഴിഞ്ഞ് അടുത്തൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ഈച്ച് പേഴ്സൺ ഈസ് എ ചർച്ച്. ബിക്കോസ് നല്ലൊരു ഡെഫിനിഷനില്ലേ, ചർച്ച് ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. അതെ അതെ അതെ. ദൈവം വസിക്കുന്ന പ്രധാനപ്പെട്ട ആലയം ഏതാ? നമ്മളാ, അതെ അല്ലേ? അതെ അതെ. സോ വി ആർ ദ ചർച്ച്. അപ്പോൾ ഈ ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ സത്യത്തിൽ ഇപ്പോഴാണ് ഈ സൺഡേ സ്കൂൾ വഴിയും മറ്റു കാര്യങ്ങൾ വഴിയൊക്കെ ഇതൊക്കെ കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നത്. പഴയ കാലങ്ങളിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നത് നമ്മുടെ അമ്മയപ്പന്മാരാണ്. അതെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? നമ്മൾ അതിലേക്കൊന്ന് തിരിച്ചു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സൺഡേ സ്കൂളിലും മറ്റു പല പ്രസ്ഥാനങ്ങളിലും വഴിയൊക്കെ പഠിക്കുന്നതിനോട് ചേർന്ന് തന്നെ ഭവനങ്ങൾ ഇതൊരു ചർച്ചയ്ക്ക് വേദിയാക്കണം. ഞാൻ കഴിഞ്ഞ കുഞ്ഞുങ്ങളോടുള്ള എപ്പിസോഡിലൊരു കഥ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അതായത് പ്രാർത്ഥന കഴിയുമ്പോഴും ഭവനത്തിലൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ഒരുമിച്ച് പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പനും അമ്മയും മക്കളൂടെ ഒരുമിച്ച് ഇങ്ങനെ കുറച്ച് നേരം ചിലവഴിക്കും. ആ സമയത്താണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ അമ്മയപ്പന്മാരോട് ചോദിക്കുകയും അവരത് കൃത്യമായി മറുപടി കൊടുക്കുകയും, അഥവാ മറുപടി കൊടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അവർ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയിൽ വരുമ്പോൾ അത് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പഴയ നല്ല പാരമ്പര്യമുണ്ട്. നമുക്കിത് നഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ മുമ്പേ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഈ തിക്കിലും തിരക്കിലും പെടുമ്പോൾ ഞാനൊരു കാര്യം മറുപടി പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ. ദേർ ഇസ് എ മിറർ എന്നുള്ളൊരു ചോദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ മിറർ നമുക്ക് മാറ്റിവാങ്ങാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞ് എത്ര സമയം തിരക്കായാലും ഇഫ് യു മേക്ക് എ പ്രോപ്പർ ടൈം ടേബിൾ ഇൻ അവർ ഫാമിലി ലൈഫ്, പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടും. വിദേശത്ത് പോയിരിക്കുന്ന ഭർത്താവും നാട്ടിലിരിക്കുന്ന ഭാര്യയാണെങ്കിൽ അത് ചിലപ്പോൾ പ്രയാസമായിരിക്കാം. പക്ഷേ ഭാര്യയ്ക്ക് ഈ അമ്മയ്ക്കും മക്കൾക്കൂടെ ഒരുമിച്ച് കൂടാമല്ലോ, അല്ലെങ്കിൽ അപ്പനും മക്കൾക്കൂടെ ഒരുമിച്ച് കൂടാമല്ലോ. ആ ഒരുമിച്ച് കൂടലിനൊരു പ്രത്യേക ആധ്യാത്മിക അനുഭവമുണ്ട്. അവിടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കണ്ടെത്താൻ പറ്റിയെന്ന് വരത്തില്ല. ഞാനും നിങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും ഈ ലോജിക്ക് മനസ്സിലുണ്ടായിരുന്നു, ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കെ. നമ്മൾ ആ കാലഘട്ടത്തിൽ ചില സംശയങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ലോജിക്കിലൂടെയാണ്. ഓരോ പ്രായത്തിനും അതിൻ്റേതായ ചില ശൈലികളുണ്ട്, ആ ശൈലിയിലൂടെയാണ് പോകുന്നത്. പക്ഷെ അതിനൊക്കെ ഉത്തരം കണ്ടെത്തുന്നത് നമ്മൾ ഇതിനെ പതുക്കെ പതുക്കെ വളർന്നു വരുമ്പോഴാണ്, അല്ലേ? ഒരു യുവാവായിരിക്കുമ്പോൾ ഷിജോയ്ക്ക് ഉണ്ടായ ചോദ്യങ്ങൾ കുടുംബജീവിതം എന്ന് വെച്ചിട്ട് കുട്ടിയായി കഴിയുമ്പോൾ അത് ഉണ്ടാകുന്നില്ല. കാരണം എന്താ? ഷിജോയ്ക്ക് അത് മനസ്സിലായി, പ്രായോഗിക ജീവിതത്തിലൂടെ കാര്യങ്ങളും മനസ്സിലായി വന്നു, അല്ലേ? അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കുഞ്ഞായിരിക്കുമ്പോഴോ യുവായിരിക്കുമ്പോഴോ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ ഒക്കുകയല്ല എന്നുള്ളതിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാകും. ആഫ്റ്റർ സംടൈംസ് ദേ വിൽ ലേൺ ഇറ്റ് ബൈ ദംസെൽഫ്. കുറച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെയാണ്, കുറച്ചെണ്ണം അവരെ ആർജിച്ചെടുക്കുന്നതിലൂടെയാണ് അവർക്ക് കിട്ടുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവരെ നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഈ പലപ്പോഴും പിള്ളേരെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുന്ന സമയത്ത് ഇവരങ്ങ് നമ്മോടങ്ങ് ദേഷ്യപ്പെടുക, വയലൻ്റ് ആകുക. ഇപ്പോൾ വേണോ, ഇച്ചിരി കഴിഞ്ഞിട്ട് പോരെ, അല്ലെ പപ്പായ്ക്ക് ഇപ്പോൾ സമയമുണ്ട്, മമ്മിക്ക് ഇപ്പോൾ സമയം,
ഞങ്ങൾക്കിപ്പോൾ നല്ല സമയം. ഇപ്പം ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പം വീട്ടിൽ മാതാപിതാക്കന്മാരും ഇത് കാണുമ്പോൾ അവർക്കും കുറച്ച് കഴിയുമ്പോൾ ടെമ്പർ പോകും, അവരും തിരിച്ച് ദേഷ്യപ്പെടും. അവസാനം ഈ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഒരു കലഹത്തിൽ, ഇത് അപ്പനെയും അമ്മയും ബോധിപ്പിക്കാൻ വേണ്ടി മക്കളോട് വന്നിരുന്ന് മക്കളുടെ ഇരിപ്പ് കാണുമ്പോൾ അപ്പനും അമ്മയ്ക്കും ദേഷ്യം, മൊത്തത്തിലൊരു ദേഷ്യത്തിലേ ഈ പ്രാർത്ഥന തീരുന്നത്. ഇപ്പൊ തിരുമേനി പറയും, ഡിസ്കഷൻ പറയും, പ്രാർത്ഥന തീർന്ന് ആമേന്ന് പറയുന്ന സമയത്ത് തന്നെ എന്നാ ചെയ്യും, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന ഭാവത്തിൽ അവരിരുന്നിട്ട് അങ്ങനെയുള്ള ശൈലികൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നു. കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഒരു കുട്ടി, ഞാനൊരു തിരിച്ചൊരു തമാശ പറയാം. ഒരു കുട്ടി അന്ന് പറഞ്ഞതാണ്, ഈ പിന്നെ കൗമ ചൊല്ലിയിട്ട് ശുദ്ധുള്ള ഭാവ ചൊല്ലിയ പോരായോ, ഇൻ ബിറ്റ്വീൻ ഉള്ളത് ദൈവത്തിന് അറിയാമല്ലോ, നമ്മളെല്ലാ ദിവസവും അത് തന്നെയല്ലേ ചൊല്ലുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന നടത്തി എന്ന അതിന് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി കൗമാൻ ചൊല്ലി ശുദ്ധമുള്ള ഭാവം ചൊല്ലി കഴിയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഉള്ള പ്രാർത്ഥന അതിൽ വരുമല്ലോ എന്ന് പറഞ്ഞു. നമുക്കതിന് മറുപടി കൊടുക്കാൻ നോക്കുമോ? പറ്റത്തില്ല. നമുക്കതിന് മറുപടി കൊടുക്കാനൊന്നും നോക്കിയല്ല. നമ്മളതിനെ വളരെ തന്ത്രപരമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയി അതേസമയം തന്നെ ആ കുട്ടിക്ക് ബോധ്യപ്പെടുത്താനുള്ള വഴികൾ തേടുകയും ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള വഴികൾ തേടുക. ഈ ഇത്രയൊന്നും പ്രാർത്ഥിക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ മാത്രമല്ലല്ലോ. ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ മാത്രമൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ചില സഭകളിൽ, നമ്മളൊരു സഭയുടെ പേരെടുത്ത് പറയുമ്പോൾ ചിലപ്പം അത് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് വരും. ചില സഭകളിൽ ആരാധനയുടെ ദൈർഘ്യം കുറയ്ക്കണമെന്നും, വിശുദ്ധ കുർബാന അരമണിക്കൂർ മതി, 10 മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് വെട്ടിച്ചുരുക്കലുകളും മറ്റു പരിപാടികളിലൊക്കെ അവർ നടത്തി. പ്രാർത്ഥിക്കുന്നതിൻ്റെ സമയം വെട്ടിച്ചുരുക്കി, മറ്റു പല കാര്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചെന്താണ്? ആ പിന്നെ വെട്ടിച്ചുരുക്കിയ സഭകളിലൊക്കെ പലയിടങ്ങളിലും 70 വയസ്സിന് മേലോട്ടുള്ളവർ മാത്രമാണ് പള്ളിയിലോട്ട് വരുന്നത്, ആരാധനകൾ പങ്കെടുക്കുന്നത്, ഇല്ലേ? ഓർത്തഡോക്സ് സഭകളിൽ ഇവിടെ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ഇപ്പോഴും വിശ്വാസികളുടെ ഒരു ശരിയായ പ്രാതിനിധ്യം ദേവാലയങ്ങളിൽ ഉണ്ട്. ആരാധനയുടെ ദൈർഘ്യം കുറച്ചിട്ടില്ല, സമയത്തിന് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇതെല്ലാം ഉണ്ട്. കാരണം പ്രാർത്ഥനയിൽ നിന്ന് ആത്മാവിനെ എടുത്ത് കളഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ജൽപ്പനം മാത്രമായി മാറും. ഒരു ജൽപ്പനം, ഒരു ചടങ്ങായി മാറും. നമ്മളൊരു മരത്തെ മരം എന്ന് വിളിക്കുന്ന എപ്പോഴാ? അതിന്റെ വേരോടുകൂടി അത് നേരെ നിൽക്കുമ്പോഴല്ലേ? അല്ലേ? മുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് പറയുന്നത് തടിയെന്നാണ്. മരം എന്ന് നമ്മൾ പറയത്തില്ല, ജീവനില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ജീവനെ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രാർത്ഥനയല്ല. അത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, തന്നെത്താനെ നമുക്ക് ഫീൽ ചെയ്യും. കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ തിരുമേനി ഒരു കാര്യം സൂചിപ്പിച്ചത്, ഈ ഒരു കൗമ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് കോൺസെൻട്രേഷൻ ലഭിക്കുന്ന ഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അത് ആരായിരുന്നാലും അപ്പം ദൈവത്തോടുള്ള ബന്ധമാണല്ലോ പ്രാർത്ഥന. അപ്പം തിരുമേനി ആ വാക്കുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന ഒരു സത്യം അതാണ്. ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി ഒരു കൗമ ചൊല്ലുമ്പോൾ അവൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളുണ്ടാകും. അതുപോലും അവനിലൊരു ദൈവാനുഭവം രൂപപ്പെടുത്തുമെന്ന് മുമ്പേ പറയുണ്ടായി. അപ്പോൾ ഇത് തിരുമേനി പറഞ്ഞ മറുപടി കൂടുതൽ പ്രസക്തമാക്കി തീർക്കുന്നത് അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും നമുക്കൊന്ന് ശാന്തമായിട്ടിരിക്കാനും സ്നേഹിക്കാനും ഒന്നും, സ്നേഹത്തോടെ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ഈ രാവിലെ മുതൽ ജോലിയെല്ലാം കഴിഞ്ഞ് തിരക്ക് പിടിച്ച ടെൻഷൻ എടുത്തൊക്കെയായിരിക്കും വരുന്നത്. ഈ പ്രാർത്ഥിക്കണമെന്നുള്ള ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ കിടക്കുക. കാരണം നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ച ഒരു കാലമുണ്ട്. അന്ന് അവർ പറയുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല, അവിടെ നിന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ. ഇപ്പം പിള്ളേർ ചോദ്യം ചെയ്യുമ്പം എൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പനും അമ്മയും പറയുമ്പോൾ ഞാൻ അനുസരിച്ചല്ലോ. ഇപ്പം എനിക്ക് ശാന്തതയോടെ അത് പറ്റത്തില്ല, ഞാൻ ദേഷ്യപ്പെടുക. കാലഘട്ടം അനുസരിച്ചും വരുന്ന കുഞ്ഞുങ്ങളുടെ വളർച്ച അനുസരിച്ചും ഈ എപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിനോട്, BEd ഒക്കെ പഠിക്കുന്ന ടീച്ചേഴ്സിനോടും, ഞങ്ങളൊക്കെ ഈ MTH ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ചില അധ്യാപകർ പറയുമായിരുന്നു, യു ജസ്റ്റ് ഡീൽ വിത്ത് ദ സ്റ്റുഡൻസ് ഇൻ ദെയർ ലെവൽ, നോട്ട് ഇൻ യുവർ ലെവൽ. എന്താ അതിനർത്ഥം? അവരുടെ ലെവലിലേക്ക് കുട്ടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുട്ടിയുടെ ലെവലിൽ തന്നെ നിൽക്കണം. പ്രായമുള്ളവരുടെ ലെവലിൽ ഇരുന്നുകൊണ്ട് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകുകയല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടും ശരിയാകുകയല്ല, ഇല്ലേ? തിയോളജിക്കൽ സെമിനാരി ഞങ്ങൾ പഠിക്കുന്ന കാലത്തിൽ നിന്നും, ഞാൻ പഠിപ്പിച്ച് വന്ന ഇവരെ പഠിപ്പിച്ച കാലഘട്ടത്തിൽ നിന്നും
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാം വ്യത്യാസമാണ്. അതെ അതെ കാലത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടല്ലേ. അതെ. അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യണം, ഏത് ലെവലിലാണ് അവരിപ്പം നിൽക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടി ഇത് ക്ലിയർ ചെയ്ത് വരാനായിട്ട് പറ്റുന്നത്. ഞാനൊരു വലിയ ബുക്ക് കൊടുത്തോണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് അത് തുറക്കാതെ എന്നാലും പറഞ്ഞിട്ട് പോയാലും വല്ല നടക്കുമോ? നടക്കില്ല. നമ്മൾ ആദ്യം നമ്മുടെ മുമ്പിലിരിക്കുന്ന ആള്, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. നമ്മുടെ സന്താനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ കുറിച്ചൊരു ബോധ്യം വേണം, അല്ലേ? ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അവരോട് പെരുമാറാൻ. അഭിനന്ദ തിരുമേനി, സെയിൻറ്റ് ഡൈനോഷ്യസ് ഫോറത്തിൻ്റെ കാവൽ പിതാവായ വട്ടശ്ശേരിൽ തിരുമേനി, പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ സഭ നേരിടുകയും ആ പ്രതിസന്ധികളെയൊക്കെ അദ്ദേഹം പ്രാർത്ഥനയിലും ഉപവാസത്തിലും നോമ്പിലൂടെയും നേരിടുകയും അതേസമയം തന്നെ ആന്തരികമായ ഒരു അച്ചടക്കം അദ്ദേഹം പാലിക്കുകയും ചെയ്തു. ഈ ആന്തരികമായ അച്ചടക്കത്തിലൂടെ എങ്ങനെയാണ് ഒരു SDOFൻ്റെ പ്രവർത്തകർക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് സാധിക്കുന്നത്? അനുഗ്രഹീതമായ സത്യവെളിച്ചം നമ്മെ നയിക്കുന്ന ഈ ആത്മീക പ്രബോധനത്തിൻ്റെ ഈ യൂട്യൂബ് ചാനല് MOC കോട്ടയം യൂട്യൂബ് ചാനൽ എന്ന വിധത്തിൽ നമ്മൾ വളരെ മനോഹരമായി അനേക ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും എല്ലാവരിലേക്കും എത്തത്തക്ക രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. MOC കോട്ടയം എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതോടൊപ്പം നിങ്ങളുടെ സ്നേഹിതർക്കും ഇടവക തലത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇത് അയച്ചു കൊടുക്കുവാൻ, ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് അറിയിക്കുന്നു. നിങ്ങളുടെ ഈ ചോദ്യത്തിനകത്ത് ഇൻട്രോയിൽ തന്നെ ഒരു ഉത്തരം നിങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥന, ഉപവാസം, മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിരുന്നെന്ന് രാജു പറഞ്ഞു. അത് തന്നെ നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി അതുപോലെയുള്ള ചില പിതാക്കന്മാർ അവരുടെയൊക്കെ എന്തുവാ പ്രാധാന്യം എപ്പോഴും പോകുന്നത് സഭയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൂടുതലും പോകുന്നത്, ഇല്ലേ? വട്ടശ്ശേരി തിരുമേനിയെ നമ്മൾ എപ്പോഴും കാണുന്നത് കാതോലിക്കർ സ്ഥാപിച്ചതും ഭരണഘടന ഉണ്ടാക്കിയതും പിന്നെ വിദേശികളോട് ചേർത്ത് നിന്നതും ഇങ്ങനെയുള്ള കഥകളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. നമ്മുടെ ഇവിടെ കോട്ടയത്തെ പാറാട്ടുമാർ യോഹന്നാൻ തിരുമേനിയെ അദ്ദേഹത്തെ നമ്മൾ വേറൊരു രീതിയിലാണ് കാണുന്നത്, അല്ലേ? പക്ഷെ ഇവർക്കൊക്കെ ഒരു നമ്മൾ കാണാത്തതായ ഒരു ഭയങ്കര വശമുണ്ട്. നമ്മൾ ഈ അവരുടെ അവര് സഭയ്ക്ക് നൽകിയ വലിയ കോൺട്രിബ്യൂഷനാണ് നമ്മൾ എടുത്തു പറയുന്നത്. നമ്മൾ ഈ പ്രാർത്ഥനാ പുരുഷന്മാരെന്ന് പറയുന്ന പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഭാ വിഷയത്തിലൊന്നും കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്ന പല പിതാക്കന്മാരും. അത് വേണ്ടയോ? ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ അത് വേണമോ വേണ്ടയോ? സഭാ വിഷയങ്ങൾ ക്ലിയർ ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ അടുത്ത തലമുറ വരുമ്പോൾ ആകപ്പെട്ട കുഴപ്പമാകത്തില്ലേ? വളരെ ദീർഘവീക്ഷണത്തോടെ അവരെ ചെയ്തത്. എന്നാൽ ആ തിരുമേനി തന്നെ പാരാത്രി 12 മണിക്ക് ആരും കാണാതെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായതായിട്ട് നമുക്കറിയാം, ഇല്ലേ? വട്ടശ്ശേരിയുടെ കഥ നമുക്കറിയാം. പഴയ സമയങ്ങളിൽ അദ്ദേഹത്തിന് മുറിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ചെന്ന ആളുകൾ പ്രാർത്ഥന കണ്ടിട്ട് അയ്യോ ഞങ്ങൾ ഈ മനുഷ്യനെ കൊല്ലാൻ ഒക്കെയല്ലെന്ന് പറഞ്ഞ് പോയ കഥയുണ്ട്, ഇല്ലേ? ഈ പരസ്യമായി പ്രാർത്ഥന നടിക്കുന്നതിനേക്കാൾ കൂടുതൽ രഹസ്യത്തിൽ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന ചില ആളുകളാണ് യഥാർത്ഥ വിശുദ്ധന്മാർ. അങ്ങനെ ഒരാളാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവര് അതേസമയം തന്നെ തങ്ങളുടെ ജീവൻ പോലും കൊടുത്ത് സഭയെ നിലനിർത്തണം എന്നുള്ള കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വേറൊരു കഥ കൂടി പറയാം. അച്ഛനെ പറഞ്ഞ പോയിന്റിലേക്കാണ് ഞാൻ വരാൻ പോയതെന്ന് എനിക്ക് തോന്നുന്നു. തിരുമേനി ഭംഗിയായി വളർത്തിയ ഒരു മീൻകുളം ഉണ്ടായിരുന്നു. മീൻകുളത്തിൽ മീനുണ്ടായിരുന്നു. ഞങ്ങൾ പഠിച്ചപ്പോൾ കേട്ടുള്ള കഥയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളാണ് തിരുമേനി എപ്പോഴും ഈ നിങ്ങൾ മുമ്പേ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഈ സഭാ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുമ്പോൾ എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന വിഷയങ്ങളായിരിക്കുമല്ലോ. പക്ഷെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത് ഈ ജീവിയുടെ മുമ്പിലായിരിക്കും. എവിടെയാ? മീൻകുളത്തിൻ്റെ അടുത്തേക്ക് പോകും. ഒരിക്കൽ തിരുമേനി ചെന്ന് കഴിഞ്ഞപ്പോൾ തിരുമേനി ഇഷ്ടപ്പെട്ട മീൻ അത് കണ്ടില്ല.
അത് എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അതാണ് ആ ദിവസം തിരുമേനിക്ക് വാർത്ത കൊടുത്തത്. തിരുമേനി അതോട് മീൻ കഴിക്കുന്നത് നിർത്തി. കാരണം ഒരു വലിയ തെറ്റ് താൻ ചെയ്തു എന്നുള്ള തിരുമേനിയുടെ തോന്നലാണ്. അതുകൊണ്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇനി മേലാലില്ല. അതാണ് നമ്മുടെ ഈവാനസിന് വേണ്ടി പെരുന്നാളിന് നമ്മുടെ ഫീലക്സിനസിന് പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു, വൈരാഗ്യം. ശ്രദ്ധിച്ചില്ലേ? അതാണ് വൈരാഗ്യം. അതായത് ഓസ്റ്റെരിറ്റി എന്ന് പറയും, കാർക്കശ്യത്യം എന്ന് പറയും. ജീവിതത്തിലെ വൈരാഗ്യം അതാണ്, അല്ലാതെ മറ്റൊരാൾക്കെതിരെ വൈരാഗ്യം ഉണ്ടാക്കുന്നതല്ല വൈരാഗ്യം. അതും ആന്തരിക അച്ചടക്കം. അതൊരു ആന്തരിക അച്ചടക്കത്തിന്റെ ഭാഗമാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്ന 9 കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നവരാണ് ഈ പിതാക്കന്മാർ. വട്ടശ്ശേരി അങ്ങനെയാണ്. അത് അവർക്ക് മാത്രമുള്ള ഒരു പോസിബിലിറ്റി അല്ല. കാരണം വട്ടശ്ശേരി തിരുമേനി അനുഭവിച്ച വ്യതകൾ പോലെ അനുഭവിച്ച സഭാപിതാക്കന്മാർ കുറവാണല്ലോ, അല്ലേ? ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ വ്യതകൾ മാത്രമായിരുന്നു, അല്ലേ? പക്ഷെ ഈ വ്യതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ലൈഫ് ഡിസിപ്ലിൻ കൃത്യമായി പാലിച്ചു, ആന്തരിക വിശുദ്ധിയെ കാത്തുസൂക്ഷിച്ചു, ഇല്ലേ? മറ്റൊരു തിരുമേനോട് പറഞ്ഞൊരു കഥ ഞങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അത് എഴുതിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഐ ആം 82 years old. തിരുമേനി വേറൊരു തിരുമേനോട് പറഞ്ഞതാണ്. ആ തിരുമേനി നമ്മുടെ സഭ വിട്ടും പോയി. I am 82 years old, but still the flesh attack me. എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചോണമെന്ന് മറ്റേ തിരുമേനിക്ക് കൊടുത്തൊരു ക്ലാസ്സാണ്. 82ാമത്തെ വയസ്സിൽ തിരുമേനി കൊടുത്തൊരു പാഠമാണ്. നമ്മൾ നമ്മെ തന്നെ നിയന്ത്രിക്കണം, ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഫലത്തിലില്ലേ, സെൽഫ് കൺട്രോൾ ഇല്ലേ, അതെല്ലാം അവർ പാലിച്ചു. ആ പാലിക്കുന്നത് നമ്മളും പാലിക്കണം. നമ്മൾ കുറഞ്ഞ പക്ഷം വി ഹാവ് ടു മേക്ക് ആൻ അറ്റംപ്റ്റ് ടു ഡു ദാറ്റ്. വേണോ വേണ്ടേ? വേണം. അതാണ് രാജു ചോദിച്ചതിന് മറുപടി എനിക്ക് പറയാനുള്ളത്. തിരുമേനി, സ്ലീഹ നോയമ്പിന് ശേഷം, സ്ലീഹ നോയമ്പെന്നല്ല ഏത് നോയമ്പിന് ശേഷവും നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയല്ല വേണ്ടത്. നോയമ്പിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് കാരുണ്യപ്രവർത്തികളാണെന്നാണ് സുറിയാനി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. സ്ലീഹന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് സുവിശേഷങ്ങളുമായി ഇറങ്ങി തിരിച്ചതുപോലെ 13 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫെലോഷിപ്പിലുള്ളവർ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവനുള്ള വ്യക്തികളായി അല്ലെങ്കിൽ ലിവിങ് വിറ്റ്നസ്സായി എങ്ങനെ മാറണം, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. നിങ്ങളിപ്പം നമ്മുടെ സഭയിൽ ഓൾറെഡി എന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ നമ്മുടെ സഭയിൽ ഇപ്പോൾ പുതുതായിട്ടുണ്ടായ ഒരു ആധ്യാത്മിക സംഘടനയാണ് സെൻറ്റ് ഡൈനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതിൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിചാരം. കാരണം യു ആർ ഓൾറെഡി ഇനഫ് മച്ചേർഡ് പീപ്പിൾ ഇൻ ദ ചർച്ച്, ഇല്ലേ? അതായത് നന്മതിന്മകളെ വേർതിരിച്ചറിയാനുള്ള വിവേകം ലഭിച്ച ആളുകളാണ് നിങ്ങൾ, ഇല്ലേ? അപ്പോൾ പരിശുദ്ധ നോമ്പ് കാലത്ത് മാത്രമല്ല, നമ്മൾ ഒരു നോമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല. എന്തെങ്കിലും കുറവുകളുള്ള ജീവിതത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. നന്മകളുള്ള ജീവിതത്തിലേക്ക് വേണം പോകാനായിട്ട്. നമ്മൾ ഈ ഒരു രാഷ്ട്രീയ നേതാവ് പണ്ട് പ്രസംഗം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ നോമ്പൊന്ന് കഴിയട്ടെ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേ? പിന്നെ നമ്മുടെ ചില ആളുകളുണ്ട് മദ്യപിക്കും, പക്ഷെ നോമ്പ് കാലത്ത് മദ്യപിക്കുകയില്ല. അങ്ങനെ ചെയ്തൊരു ഗുണമുണ്ടോ? ഒന്നുമില്ലല്ലോ. നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി കംപ്ലീറ്റ്ലി മാറ്റാനാണ്, ഇല്ലേ? നമ്മൾ ഓരോ ദിവസം എണ്ണണം നോമ്പ് കഴിഞ്ഞിട്ടും, ഇന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എണ്ണി മുന്നോട്ട് പോയി കറക്റ്റ് ചെയ്ത് പോകണം. ആസ് എ സ്പിരിച്വൽ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ജനത്തിൻ്റെ ബോധവൽക്കരണം. ആദ്യമേ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാം. വി വിൽ ബി ഡിസിപ്ലിൻഡ് ആസ് എ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കളെന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ സംഘടന എന്ന നിലയ്ക്ക് ഡിസിപ്ലിൻഡ് ആകും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങൾ ഈ 40-60 വയസ്സുള്ളവർ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് വെള്ളവസ്ത്രം ധരിച്ച് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എല്ലാവരുടെ അതേ മാസത്തിൽ ഒരു ദിവസമെങ്കിലും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ ചെയ്താൽ വേറൊരു സംഘടനക്കാർക്ക് എന്ത് തോന്നും? വി ഓൾസോ വിൽ ഡു ദ സെയിം തിങ് വൺ ഡേ. തോന്നുമോ? ഇല്ലയോ?
തീർച്ചയായിട്ടും അതൊരു നിങ്ങൾ മാതൃകയാണ്. മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി. എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച സെൻറ്റ് അനീഷ്യസ് ഫെലോഷിപ്പിലെ അംഗങ്ങളായ ഞങ്ങൾ വിശുദ്ധ കുർബാന നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ചുള്ള വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വിശുദ്ധ കുംഭസാരം നടത്തി നോമ്പ് നോറ്റ് കുർബാന അനുഭവിക്കുന്നതാണ് എന്ന ഒരു തീരുമാനം എടുത്തിട്ട് അത് അറിയിക്കുകയും പള്ളിയിൽ അച്ഛന്മാരോട് പറഞ്ഞു ഇന്ന ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ലെസൺ ഫോർ ദി അതർ ഗ്രൂപ്പ്. ഇല്ലേ? വേറൊരു ടീച്ചിങ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അത് കണ്ടും വേറൊരു കൂട്ടർ ചെയ്തുകൊള്ളും. ഇല്ലേ? അത് കാണുമ്പോൾ സൺഡേ സ്കൂളിലെ കുട്ടികൾക്കും തോന്നും ഞങ്ങളും ഒരു ദിവസം അങ്ങനെ എല്ലാവരും ഒരുമിച്ച്. യുവന പ്രസ്ഥാനക്കാർക്കും തോന്നും. ഇല്ലേ? തോന്നും. അങ്ങനെ ക്രിയേറ്റീവ് ആയിരിക്കുന്ന സ്പിരിച്വൽ ആയിരിക്കുന്ന ചില നല്ല തീരുമാനങ്ങൾ നിങ്ങൾ ഭദ്രാസന ലെവലിലൊന്നും ചെയ്തേ. ഒരുപാട് മാറ്റങ്ങൾ ആധ്യാത്മികമായ ഉന്നതിക്ക് വേണ്ടി നമ്മുടെ ഭദ്രാസനത്തിൽ ചെയ്യാൻ പറ്റും. അത് കാണുമ്പോൾ മറ്റുള്ളവർ ചെയ്യും. കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുപോലെ മഹായിമ്നെ എന്നുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞു. അതെ, വിശ്വാസികളായിരിക്കും. അപ്പൊ ഈ നോമ്പിന്റെ തുടർച്ച യഥാർത്ഥത്തിൽ നോമ്പിന് ശേഷവും ഉണ്ടാവുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ? നമ്മുടെ അച്ഛനും തിയോളജി പഠിച്ചാണ്, ഞാനും പഠിച്ചതാണ്. നമ്മുടെ തിയോളജിൻസ് പഠിപ്പിച്ചപ്പോഴൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലൈഫ് ഈസ് എ ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി, എ സാക്രമെന്റ് ആഫ്റ്റർ ദ സാക്രമെന്റ്. ഇത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സെമിനാരി പിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്, അച്ഛനും പലയിടത്തും ക്ലാസ് എടുക്കുന്നത്. എന്താ അതിനർത്ഥം? ലൈഫ് ഈസ് എ നോമ്പ് ആഫ്റ്റർ ദ നോമ്പ്. പറഞ്ഞ അർത്ഥം എന്തുവാ? നോമ്പ് അനുഷ്ഠിക്കണമെന്നുള്ള അർത്ഥമല്ല. ഇപ്പം നമ്മൾ കുർബാന ഞായറാഴ്ച ചൊല്ലും, എല്ലാ ദിവസവും കുർബാന എല്ലാം പറ്റുമോ? പക്ഷേ ഞായറാഴ്ച ചൊല്ലുന്ന കുർബാനയുടെ അനുഭവം ആയിരിക്കണം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഞായറാഴ്ചയും. പിന്നെ അതിന് കുറവ് വരാതിരിക്കാനാണ് അടുത്ത ഞായറാഴ്ച വീണ്ടും കുർബാനയ്ക്ക് വരുന്നത്. റിമൈൻഡിങ് ആണത്. നമുക്ക് റിമൈൻഡിങ് ആണ്. നോമ്പ് അനുഷ്ഠാനം ഒരു റിമൈൻഡിങ് ആണ്. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ഒരു വീണ്ടും പഴയതിലേക്ക് പോകാനല്ല, ഒരു പുതുക്കത്തിനാണ്. അതിനാണ് പറയുന്നത് സാക്രമെന്റ് ആഫ്റ്റർ ദ സാക്രമെന്റ്, ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി എന്ന് പറയുന്നത്. ജീവിതം കൂദാശയ്ക്ക് ശേഷമുള്ള കൂദാശ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ ആ കുർബാന അനുഭവത്തിൽ വേണം തുറന്നുള്ള ജീവിതം. മാമോസ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാമോസ അനുഭവം എപ്പോഴും ഉണ്ടാകണം. വേണ്ടേ? നമ്മൾക്ക് ഒരിക്കൽ മാമോസ കിട്ടി, നമ്മൾ വേറൊരു കുഞ്ഞിൻ്റെ മാമോസയ്ക്ക് ഇപ്പം സംബന്ധിക്കുന്നു, ഇല്ലേ? ആ സംബന്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാമോസയെ കുറിച്ച് നമുക്കൊന്ന് ഓർക്കാൻ പറ്റും, നമുക്കൊന്ന് പുതുക്കാൻ പറ്റും. നമ്മളെ വെറുതെ ഒരു കുട്ടിയുടെ മാമോസ കാണുന്നതല്ല, അതിനപ്പുറമായിട്ട് അതിനകത്ത് പ്രാർത്ഥനകൾ കുറച്ചുകൂടി ഗ്രഹിക്കാനും ആ ഗ്രഹിക്കുന്നതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് സാധ്യമാകുമ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഡെഫിനിഷൻ പ്രാവർത്തികമാകുന്നത്. നിത്യേന പരിചയപ്പെടുന്ന കാര്യങ്ങൾ, സഭ പഞ്ചാംഗത്തിലൂടെ നമ്മൾക്ക് അറിയിപ്പ് ലഭിക്കുന്ന ദിവസങ്ങൾ, കേവലം ആചരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിനൊക്കെ അപ്പുറം എത്ര സജീവമായ ഒരു വിശ്വാസമാണ് നമ്മുടേത് എന്ന് വിസ്മയത്തോടെ നോക്കിക്കാണുവാൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ള നിമിഷങ്ങളാണ് ഇത്. ജൂൺ 16 മുതൽ 29 വരെ സ്ലിഹ നോമ്പിൻ്റെ ദിവസങ്ങളാണ് എന്ന് പറയും. നമ്മൾ ആചരിക്കുവാൻ പ്രേരിപ്പിക്കും. മുൻപേ ചോദ്യങ്ങളിൽ കേട്ടതുപോലെ പുതിയ തലമുറ നമ്മളോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെയും മറുപടി കൊടുക്കുവാൻ പ്രസക്തമായ വിഷയങ്ങൾ നമ്മുടെ വിശ്വാസത്തിലുണ്ട് എന്നുള്ളൊരു സത്യം നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നതാകട്ടെ എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ആകെത്തുക. കാരണം നമ്മുടെ വിശ്വാസം എത്രയേറെ നമുക്ക് പ്രസക്തമായിരിക്കുന്നുവോ അത്ര തന്നെ പ്രസക്തമാണ് നമ്മുടെ ഓരോ ആചരണവും അനുഷ്ഠാനവും. അതിൻ്റെ ആത്മീയമായ അർത്ഥതലങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അത് എത്രയേറെ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുവാൻ പര്യാപ്തമാണ് എന്നുള്ള വലിയ സത്യമാണ് ഇവിടെ നാം ചിന്തിച്ചത്. ഈ കാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത് സെൻറ്റ് ഡയനീഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിൻ്റെ പ്രതിനിധികളാണ്. അവരുടെ പ്രായപരിധിക്കുള്ളിൽ അമ്മമാരായും അപ്പന്മാരായും രക്ഷിതാക്കളായും കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്ന പരിശ്രമശാലികളായും തിരക്കേറിയ ജീവിതം നയിക്കുന്നവർ അവരുടെ നിത്യജീവിതത്തിൽ നേരിടുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ ചോദ്യങ്ങളായി ഉന്നയിച്ചത്. നമ്മുടെ വിശ്വാസ സത്യങ്ങൾ ഓരോന്നും നമ്മുടെ തലമുറയെ ഗ്രഹിപ്പിക്കുവാനും വ്യക്തിജീവിതത്തിൽ അത് പാലിക്കുവാനും
എത്രമാത്രം ഉത്സാഹിച്ചാൽ മതിയാകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. അതുകൊണ്ട് നോമ്പാകുന്ന വെളിച്ചം, പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൽ കരുതൽ ആവശ്യമുള്ളവർക്ക് കരുതലിൻ്റെ കരങ്ങൾ നീട്ടുന്നതിൻ്റെ നല്ല പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ ഈ ചർച്ചയും ഈ ആലോചനകളും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കട്ടെ.